അസ്സലാമു അലൈക്കും. തമിഴ്നാട്ടിലെ തിരുവിതാംകോട് എന്ന പ്രദേശത്ത്, കന്യാകുമാരി ജില്ലയിലാണ് തിരുവിതാംകോട്, അവിടെയുള്ള മാലിക് മുഹമ്മദ് ഒലിയുള്ള റഹിമഹുള്ളയുടെ പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലവും അതിനോട് ചേർന്നുള്ള പള്ളിയിലുമാണ് ഇപ്പോഴുള്ളത്. വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ട ഈ പള്ളി, അതിൻ്റെ പുതിയതും പഴയതുമായ നിർമ്മാണം ഒരേ സമയത്ത് നമുക്ക് കാണാൻ കഴിയും. കൽത്തൂണുകൾ, തമിഴ്നാട്ടിലെ പള്ളികളൊക്കെ കൽത്തൂണുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ് അധികവും. അതിൻ്റെ ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോഴും അത് പരിപാലിക്കപ്പെടുന്നുണ്ട്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓരോ തൂണുകളിലും അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ വിശുദ്ധ നാമങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേൽക്കൂര വരെ കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. അകവും പുറവുമൊക്കെ മനോഹരമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കല്ലും തടിയും പഴയ കാലത്തെ ഈ പള്ളിയുടെ പുറത്താണ് ഈ പറയപ്പെട്ട മഹാനായ സൂഫിവര്യൻ്റെ മക്ബറ നിലകൊള്ളുന്നത്. അള്ളാഹുവിൻ്റെ 99 നാമങ്ങളും ഇവിടെ പലയിടങ്ങളിലായി എഴുതി വച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കന്യാകുമാരി ഹൈവേയിൽ തക്കലയിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകത്തേക്ക് വന്നാൽ തിരുവിതാംകോട് പ്രദേശത്തേക്ക് എത്താൻ കഴിയും. ഇവിടെ നിന്നും വളരെ ദൂരത്തല്ലാത്ത ഒരു സ്ഥലമാണ് തേങ്ങാപ്പട്ടണം. അവിടെയും ഇതുപോലെ സൂഫിവര്യന്മാരുടെ ദർഗകളും പള്ളികളും മനോഹരമായ കാഴ്ചകളൊരുക്കി വിശ്വാസികളെ ആകർഷിച്ചുകൊണ്ട് നിലകൊള്ളുന്നുണ്ട്. തിരുവിതാംകോടിലെ മഹാനായ വലി മാലിക് മുഹമ്മദ് സാഹിബിൻ്റെ മക്ബറയാണ് ഇവിടം. ഈ മക്ബറ ചുറ്റുമതിലുകൾ കൊണ്ട് കെട്ടി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ചെറിയ ഒരു വാതിൽ മാത്രമാണ് ഇതിനുള്ളത്. ഇതിനുള്ളിലാണ് അദ്ദേഹത്തിൻ്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. ഒരാൾക്ക് വളരെ പണിപ്പെട്ട് മാത്രമേ ഇതിനകത്തേക്ക് കയറാൻ കഴിയുകയുള്ളൂ. ഈ മഹത്തുക്കളുടെയൊക്കെ പ്രയത്നഫലം കൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ, ദക്ഷിണ കേരളത്തിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ ഇസ്ലാം വ്യാപിച്ചിട്ടുള്ളത്. അവരവരുടെ കർമ്മമണ്ഡലങ്ങളിലേക്ക് അതിൻ്റെ അനുഭവങ്ങൾ, പ്രതിഫലങ്ങൾ കിട്ടുന്ന ബർസഖി ലോകത്തേക്ക് ചേർന്നിരിക്കുന്നു. അള്ളാഹു അവരോടൊപ്പം നമ്മളെ ചേർക്കുമാറാകട്ടെ.